5 ശനി നിന്ന് കഴിഞ്ഞാൽ ഉപാസന തേവയില്ലെന്നാണ് പറയുന്നത്. ഉപാസനയെ വേണ്ട. ദൈവം മനസ്സിലിങ്ങനെ വിചാരിച്ചാൽ ദൈവം തുണവി, പോസിറ്റീവ് എനർജി കൂടും. മറ്റുള്ള നെഗറ്റീവായിട്ടുള്ള ഒന്നും നമ്മളെ അടുക്കൂല. നമ്മളടുത്ത് റിസർച്ച് ചെയ്യുന്ന ഇപ്പൊ നമുക്ക് ഇപ്പം BSSCയിലൊക്കെ ഒരു ജോലി കിട്ടുകയോ അതിനെ കുറിച്ചുള്ള അതിപ്പം മെഡിസിനും വരും. മെഡിസിൻ പഠനത്തിലും റിസർച്ച് നടത്താനുള്ള ഒരു യോഗം. അപ്പൊ കുട്ടികൾ രാഹുവാണ്, അയ്യോ പഠനം എങ്ങനെ ആവും, അങ്ങനെ ഒന്നും പേടിക്കേണ്ട. ഓരോ ഗ്രഹത്തിനും വിദ്യാഭ്യാസം ഇന്നതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ചുമട്ട് തൊഴിലാളി എന്നൊക്കെ പറയുന്നത് ശനിയുടെ ബല കുറവുണ്ടെങ്കിൽ അങ്ങനെ സംഭവിക്കും. ബലമാണെങ്കിൽ ആ ഫാക്ടറിയുടെ ഓണറാകും, അല്ലെങ്കിൽ അതിന്റെ ഒരു എങ്ങനെ പറയാം ഹെഡാകും. നമസ്കാരം, ഞാൻ ആറ്റൽ മുത്തുകുമാർ. എല്ലാ ജ്യോതിഷ വിശ്വാസികൾക്കും നവഭാരത് ജ്യോതിഷത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വിഷയം നക്ഷത്രത്തിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇനി അടുത്ത് വരുന്നത് ചിത്തിര നക്ഷത്രം. ഇപ്പൊ ചിത്തിര ആരെന്ന് ഉദ്ദേശിക്കുന്നത് കന്നിയിൽ വരും. പിന്നെ ആര, അതായത് 1-2 പാദം കന്നിയിലും 3-4 പാദം വരുന്നത് തുലാത്തിലുമാണ്. അപ്പൊ ഇവരുടെ ഒരു പ്രത്യേകത ചിത്തിര അപ്പൻ തെരുവിലെ എന്നൊരു ചൊല്ലുണ്ട്. ഇപ്പൊ നമുക്ക് തമിഴ് ഗ്രന്ഥമാണ് ഞാൻ കൂടുതലും പഠിച്ചിട്ടുള്ളത്. തെരുവിലെന്ന് ഉദ്ദേശിക്കുന്നത് മേട ചിത്തിരയാണെങ്കിൽ, മേടമാസ ചിത്തിരയാണെങ്കിൽ അച്ഛന് ദോഷം, അച്ഛൻ നാട് വിട്ടു പോകാനുള്ള ഒരു അവസരം, അത് എന്തെങ്കിലും കാരണമാവാം. അങ്ങനെ ഒരു ദോഷം പറയുന്നുണ്ട്. ശരി, ഇപ്പൊ അതിലേക്ക് കിടക്കുന്നില്ല. നമുക്ക് ദിശാകാലം നോക്കാം. ഇവരുടെ വ്യക്തിത്വം എന്താണ്? ക്ഷിപ്രകോപികളാണ് ഇവർ. അത് ആൺപെൺ വ്യത്യാസമില്ലാതെ. ആഗ്നേയ ഗ്രഹമല്ലേ കുജനാണ് നക്ഷത്ര അധിപൻ. അപ്പൊ ഇവരുടെ ഒരു എങ്ങനെ പറയാം, ചിലവർ പറയില്ലേ നക്ഷത്രം ഇങ്ങനെയാണ് മൊത്തത്തിൽ ഒരു ഇത് പറയും. അങ്ങനെയല്ല. ദൃഷ്ടി, ജാതകത്തിൽ ഒരു ദൃഷ്ടി വന്നു കഴിഞ്ഞാലോ ഇവരുടെ സ്വഭാവ വ്യത്യാസം വരും. അപ്പൊ എങ്ങനെ പറയാം, ചിത്തിര തുലാത്തിൽ അല്ലെങ്കിൽ കന്നിയിൽ ആപ്പോസിറ്റ് കുജനോ ഗുരുവോ നിന്ന് കഴിഞ്ഞാൽ ഗജകേസരി യോഗം അല്ലെങ്കിൽ ചന്ദ്രമംഗള യോഗം പറയണം. ആ ദൃഷ്ടിയുടെ ഒരു പ്രത്യേകത. എന്നാൽ ആപ്പോസിറ്റ് കേതു വരാൻ പാടില്ല, അത് ദോഷവശം. അപ്പൊ ഇവരുടെ ആരോഗ്യം പ്രശ്നങ്ങൾ ഉളവാക്കും. ഇനിയിപ്പോ ദിശാകരണം നോക്കുകയാണെങ്കിൽ ഇവര് കുജദിശയിലാണ് ജനനം. അപ്പൊ നമുക്കിപ്പോ കന്നിയിലാണെങ്കിൽ 6 വയസ്സ് വരെ കുജദിശാകാലം, കന്നിയിലാണെങ്കിൽ തുലാത്തിലാണെങ്കിൽ ഒരു 3 വയസ്സ് വരെ കുജദിശാകാലം. അപ്പൊ ഇവർക്ക് 4 വയസ്സിൽ തന്നെ അല്ലെങ്കിൽ 6 വയസ്സിലോ രാഹു തുടങ്ങും ഈ ചിത്ര നക്ഷത്രത്തിന്. അപ്പൊ തുടങ്ങി കഴിഞ്ഞാൽ എന്താ സ്ഥിതി? ഒരു കാരണവശാലും സർപ്പൻ 8-ൽ വരാൻ പാടില്ല, രാശിക്ക് 12-ൽ വരാൻ പാടില്ല, 2-ൽ വരാൻ പാടില്ല. 4-ൽ വന്നു കഴിഞ്ഞാൽ ഇവര് കുഞ്ഞ് ജനിക്കുന്ന വീട്ടിൽ പാമ്പിന്റെ വാസമുണ്ടെന്ന് പറയണം. രാശിക്ക് 4-ൽ വന്നു കഴിഞ്ഞാൽ അടുത്ത് കാവ് കാണണം. ഇങ്ങനെയൊക്കെ ഒരു കണക്കുണ്ട്. അപ്പം രാഹു ഉദ്ദേശിക്കുന്നത് 3, 6, 11 വരുന്നത് വളരെ പ്രത്യേകതയാണ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ശനിയെ ഇപ്പോൾ രാഹു, രാഹു ഇപ്പോൾ ശനി. ശനിക്കും അതാണ് സ്ഥിതി. 3, 6, 11 യോഗം. രാശിക്കോ ലഗ്നത്തിലോ വരുന്നത്. അതുപോലെ തന്നെ രാഹുവിന്. അപ്പൊ ഇവരുടെ 3, 6, 11 വന്നു കഴിഞ്ഞാൽ ഇവരുടെ ദിശാകാലം മുഴുവനും പഠന മികവ് വരും. പഠന മികവ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇവര് മറ്റുള്ള പഠനമല്ല ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ 4 വയസ്സിൽ തുടങ്ങി 18 വർഷമാണെങ്കിൽ 22 വയസ്സ് വരെ രാഹു ദിശാകാലം. ഇവര് കൂടുതലും വരുന്നത് കെമിക്കൽ സംബന്ധമായിട്ടുള്ള പഠനം. അതായത് ഇപ്പൊ പെട്രോൾ കെമിക്കലൊക്കെ പഠിച്ചു പോയി നിൽക്കുന്നില്ലേ ജോലിയിൽ, സയന്റിസ്റ്റ് ആവുക, ഇങ്ങനെയുള്ള ഒരു അവസരം ഇവർക്ക് കിട്ടും. അപ്പൊ ദശാകാലത്തിന്റെ ഒരു പ്രത്യേകതയാണ് പറയുന്നത്. ഒന്നുകിൽ പെട്രോൾ കെമിക്കൽ പോലത്തെ പഠനം വരണം, അല്ലെങ്കിൽ റിസർച്ച് ചെയ്യുന്ന. ഇപ്പൊ നമുക്ക് ഇപ്പം BSSCയിലൊക്കെ ഒരു ജോലി കിട്ടുകയോ അതിനെ കുറിച്ചുള്ള അതിപ്പം മെഡിസിനും വരും. മെഡിസിൻ പഠനത്തിലും റിസർച്ച് നടത്താനുള്ള ഒരു യോഗം. അപ്പൊ കുട്ടികൾ രാഹുവാണ്, അയ്യോ പഠനം എങ്ങനെ ആവും, അങ്ങനെ ഒന്നും പേടിക്കേണ്ട. ഓരോ ഗ്രഹത്തിനും വിദ്യാഭ്യാസം ഇന്നതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ബുധനാണെങ്കിൽ അക്കൗണ്ടിങ് മേഖല, വ്യാഴനാണെങ്കിൽ അഡ്വക്കേറ്റ് അല്ലെങ്കിൽ മെഡിക്കൽ, ശുക്രനാണെങ്കിൽ വേറെ ചില കണക്ക് വരും. അതിപ്പോ ഡെന്റൽ ഡോക്ടർ, നമുക്ക് ഡെന്റൽ പോകും. ഡെന്റൽ എന്താണ്? നമ്മൾ മുഖ സൗന്ദര്യം കൂട്ടാൻ. ശുക്രൻ എന്ന് പറഞ്ഞാൽ സൗന്ദര്യത്തിന്റെ ആളാണ്. അപ്പൊ ഡെന്റലിന്റെ ഒരു ഇത് വരും. വ്യാഴന് ENT സ്പെഷ്യലിസ്റ്റ് എന്ന് പറയും. കുജനാണെങ്കിൽ ന്യൂറോ, ആ പഠനത്തിന്റെയാണ്. അതുപോലെ ശനിയാണെങ്കിൽ കൂടുതലും കമ്പനി ബേസ് ചെയ്തുള്ള വലിയ കമ്പനി നടത്തിപ്പ്, അതിന്റെ ഉന്നതിയിൽ. ബലം കുറവാണെങ്കിൽ അവർ നിൽക്കുന്നത് അവിടുത്തെ ഒരു ജോലിക്കാരനായിട്ട്. അപ്പൊ എന്തു പറയാം, ജോലി പറയുന്നത് ഉദ്ദേശിക്കുന്നത് ഇപ്പൊ റെയിൽവേയിലെ പോർട്ടൽ തൊഴിലാളി, അതായത് ചുമട്ട് തൊഴിലാളി എന്നൊക്കെ പറയുന്നത് ശനിയുടെ ബല കുറവുണ്ടെങ്കിൽ അങ്ങനെ സംഭവിക്കും. ബലമാണെങ്കിൽ ആ ഫാക്ടറിയുടെ ഓണറാകും, അല്ലെങ്കിൽ അതിന്റെ ഒരു എങ്ങനെ പറയാം ഹെഡാകും. അങ്ങനെ വരാനുള്ള അവസരം. ഇപ്പൊ വർക്ക്ഷോപ്പ് മേഖല,
ട്രാൻസ്പോർട്ട്, റെയിൽവേയിൽ ജോലി, ഇതെല്ലാം ശനിയുടെ ഒരു ആധിക്യമാണ്. ഓരോ ഗ്രഹത്തിനും ഓരോ പഠനവും ജോലിയും പറഞ്ഞിട്ടുണ്ട്. കുജശനി ദൃഷ്ടി വന്നു കഴിഞ്ഞാൽ മെക്കാനിക്കാണ് പറയേണ്ടത് പഠനം. രവിയാണെങ്കിൽ രാഷ്ട്രീയ മേഖല പറയണം. ചന്ദ്രനാണെങ്കിൽ കാർഷിക മേഖല. ഇപ്പൊ കർഷക സ്ത്രീയൊക്കെ നേടുന്നില്ല, അവർക്കൊക്കെ ചന്ദ്രൻ നല്ല ബലവാനായി നിന്ന് നടുഭാഗത്ത് ആ ദിശ വന്നു കഴിഞ്ഞാൽ, ആ ഉച്ചഭാഗത്ത് നിൽക്കുകയാണ് നടുകാലം, ഒരു 30 വയസ്സിലൊക്കെ ചന്ദ്രദിശ വന്നു കഴിഞ്ഞാൽ കർഷക ശ്രീ അവാർഡൊക്കെ മേടിക്കും. അതാണ് ഇവരുടെ ഒരു പ്രത്യേകത. അപ്പം ഈ രാഹു കഴിഞ്ഞാൽ ഇവർ വരുന്നത് വ്യാഴ ദശാകാലം. കന്നിക്ക് വ്യാഴന് അത്ര പ്രത്യേകതയല്ല രാശി. ഗജേശ്വര യോഗം ഉണ്ടെങ്കിൽ 7 വന്നു കഴിഞ്ഞാൽ കർത്തൃദോഷം ഉണ്ടാക്കും. അപ്പൊ അതിപ്പോ നമുക്ക് ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ജാതക പരിശോധന നടത്തി നോക്കാവുന്നതേ ഉള്ളൂ. ലഗ്നം ഇതിൽ പ്രധാനമാണ്. അപ്പൊ നമ്മൾ ഇന്ന് നക്ഷത്രത്തിനെ കുറിച്ചാണ് പറയുന്നത്. ചുമ്മാ എടുത്തതുപോലെ അങ്ങനെ ചിത്രിക്കുന്നത് കൊള്ളാം, അത്ര ചെയ്ത് കൊള്ളാം, അങ്ങനെയല്ല. വിശകലനം ഉദ്ദേശിക്കുന്നത് ദശാകാലമാണ് പ്രധാനം. അപ്പൊ ചിത്രയ്ക്ക് വ്യാഴന് അത്ര പ്രത്യേകത അല്ലെങ്കിലും മറവ് വന്നാൽ യോഗമാണ്. മറവ് ഉദ്ദേശിക്കുന്നത് മറഞ്ഞു നിൽക്കുക, അവിടെ ശനി ബലവാനാകുക. അപ്പൊ ആ ദശാകാലം ശനി ഏറ്റെടുക്കും. ഇനിയിപ്പോ വല്ല ശനി ദശാകാലം നോക്കുകയാണെങ്കിൽ കന്നിക്ക് 5ലോ 6ലോ മകരകുംഭത്തിൽ ശനി വന്ന ആ ദശാകാലം വരുന്നത് വളരെ പ്രത്യേകതയാണ്. 5 ശനി നിന്ന് കഴിഞ്ഞാൽ ഉപാസന തേവയില്ലെന്നാണ് പറയുന്നത്. ഉപാസനയെ വേണ്ട. ദൈവം മനസ്സിലിങ്ങനെ വിചാരിച്ചാൽ ദൈവം തുണവരും. പോസിറ്റീവ് എനർജി കൂടും. മറ്റുള്ള നെഗറ്റീവായിട്ടുള്ള ഒന്നും നമ്മളെ അടുക്കൂല. നമ്മളടുത്ത് 5 ശനി കന്നി രാശിക്ക് നിന്ന് കഴിഞ്ഞാൽ അത് ലഗ്നമാണെങ്കിലും വളരെ പ്രത്യേകതയാണ്. ബിസിനസ് മേഖല പറയുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവർ കൂടുതലും 10ന്റെ അധിപൻ ബുധനാണ്. ട്രേഡിംഗ് വരാം, റിയൽ എസ്റ്റേറ്റ് വരാം, ഷെയർ മാർക്കറ്റ് വരാം, പിന്നെ സ്റ്റേഷനറി കട, വലിയ കടകൾ മാർജിൻ ഫ്രീ ഒക്കെ വെച്ച് നടത്തുന്നവർ, ഇതെല്ലാം ഇതിൽ ഉൾപ്പെടും. പിന്നെ അക്കൗണ്ടിങ് സെക്ഷനിലും തിളങ്ങും. ശുഭമസ്തു. സമ്പൂർണ്ണ ജാതകം, പ്രശ്നപരിഹാരങ്ങളോടുകൂടിയ സമ്പൂർണ്ണ ജാതകം നിങ്ങളുടെ കൈകളിൽ ലഭിക്കുന്നതിന് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും അറിയുന്നതിന് നവഭാരത് ജ്യോതിഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.